നമസ്കാരം. വയനാട് ആകെ ആവേശത്തിരക്കത്തിൽ തന്നെയാണ്. പ്രധാനമന്ത്രിയായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൽപ്പറ്റ SKJM സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങും. അദ്ദേഹത്തിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാവും. എന്തായാലും വിക്രം സാരാഭായിൽ മൈതാനിയിൽ നിന്നുമാണ് അദ്ദേഹം, കോഴിക്കോട് നിന്നുമാണ് ഇങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തുന്നത്. വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തകരൊക്കെ. ഇവരെല്ലാവരും വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് ഇവിടെ ഈ സ്കൂളിന് മുന്നിൽ നിൽക്കുന്നത്. കനത്ത സുരക്ഷാ വലയമാണ് പോലീസ് തീർത്തിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. അദ്ദേഹം ഇവിടെ SKJM സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്നും നേരെ കൽപ്പറ്റ കളക്ട്രേറ്റിലേക്ക് അദ്ദേഹം പോകും. പോയതിനു ശേഷം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിന്നെ റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധി ഒപ്പം ഉണ്ടാകുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കൽപ്പറ്റ കളക്ട്രേറ്റിന് മുമ്പിൽ നിന്നും കൽപ്പറ്റ ടൗണിലേക്ക്, കളക്ട്രേറ്റിന് മുന്നിൽ നിന്നും കൽപ്പറ്റ ടൗണിലേക്കായിരിക്കും ഈ ഒരു റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ആവേശ തിരതള്ളലിൽ തന്നെയാണ് ഈ ഒരു പ്രവർത്തകരൊക്കെ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ്. UDF നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. ഇവിടുന്ന് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നേരെ കളക്ട്രേറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഗതാഗതമൊക്കെ പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഗതാഗത സൗകര്യങ്ങളൊക്കെ വഴി തിരിച്ചു വിടുകയാണ്. വലിയ ആവേശത്തിലുള്ള ഈ പ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രതികരണം നമുക്കൊന്ന് നോക്കാം. രാവിലെ മുതൽ ഇവിടെ വന്ന്, രാവിലെ 7:30 മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് തടിച്ചുകൂടി നിൽക്കുകയാണ്. ഞങ്ങളുടെ രാഹുൽജിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങളെല്ലാവരും UDF ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഹുൽജിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഗൃഹസന്ദർശനം നടത്തി ഓരോ വീട്ടിലും വീട്ടമ്മമാരെയും മറ്റുള്ളവരെയും കണ്ട് വീടുകളിൽ നിന്നും വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ 7:30 മണി മുതൽ രാഹുൽജിന്റെ വരവും കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരൊറ്റക്കെട്ടായി കൊണ്ട് തന്നെ വീടുകളിൽ ഇറങ്ങിക്കൊണ്ട് രാഹുലിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഒരുപാട് സന്തോഷത്തിന്റെ നാളുകളാണ് വയനാട് ജില്ലയിൽ അങ്ങോട്ട്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി, ഇവിടുന്ന് 5 ലക്ഷത്തിൽ ഭൂരിപക്ഷത്തോടു കൂടി പറഞ്ഞിറക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതെന്തായാലും നടക്കും. നമ്മൾ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ നമ്മുടെ ഇവിടെ കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥിയായി MP ആയി മാറിയിരിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങള് അഭിമാനത്തോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. രാഹുൽജിയുടെ വരവ് വയനാട് ജില്ലയ്ക്ക് നല്ല കേരളത്തിനൊട്ടാകെ ആനന്ദകരവും ആഹ്ലാദകരവും. ഞങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ കേരളത്തെ വികസിപ്പിക്കാൻ രാഹുൽജിയുടെ ഗവൺമെന്റ് വന്നേ പറ്റുള്ളൂ. ഇവിടെ ജനങ്ങൾ അലകടലാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ 2 ലക്ഷം 3 ലക്ഷം വോട്ടിന് ഇവിടെ വിജയിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നല്ല ഉഷാറായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അയാളെ വരവേൽക്കാനായിട്ട് വയനാട് ജില്ല മൊത്തം ഒഴുകി കഴിഞ്ഞു. വയനാടിന് കിട്ടിയ ഞങ്ങളെ വോട്ടർമാർക്ക് കിട്ടിയ ഒരു അവസരം ഞങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തും. മിനിമം ഒരു 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഈ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ലോക്സഭയിലേക്ക് അയക്കും. ഇവിടുന്ന് ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. അത് ഞങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തും. ഈ വോട്ടർമാർ മുഴുവൻ അതിനുവേണ്ടി എത്തിയതാണ്. ഇതൊരു ആവേശക്കടലാണ് ഇവിടെ കാണുന്നത്. കൽപ്പറ്റ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ ഉപയോഗപ്പെടുത്തും. എന്നെയും വയനാട് വളരെ ആവേശത്തിലാണ്. ജനങ്ങൾ അതിലേറെ ആവേശത്തിലാണ്. വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വളരെ ആവേശം എന്ന് പറഞ്ഞാൽ ആവേശം അലതല്ലുകയാണ്. അത്രയും ആവേശത്തിലാണ് ജനങ്ങൾ. ഇവിടെ നിന്ന് മഹാഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പാർലമെന്റിലേക്ക് തീർച്ചയായും അയക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ. നമുക്ക് കൂടുതൽ പ്രവർത്തകരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തായാലും അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകരണം തന്നെയാണ് വയനാട് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചോദിക്കാം.
വരവ് എങ്ങനെ നോക്കി കാണുന്നുണ്ട്? രാഹുലിന്റെ പേരുമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കഴിഞ്ഞു. ഒരു 4 ലക്ഷം വോട്ടിന് ജയിക്കുന്ന യാതൊരു സംശയവുമില്ല. ജനങ്ങളെല്ലാം UDF 20 സീറ്റും UDF പിടിക്കും, യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വളരെ വലിയ ആത്മവിശ്വാസത്തെയാണ് ഒക്കെ തന്നെയും എല്ലാവരും വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും വിജയിപ്പിച്ച് വിടും എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറഞ്ഞത്. വനിതകളൊക്കെ തന്നെ അവരെല്ലാവരും തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഒരു രാഹുൽ ഗാന്ധിയെ ഇവിടെ നിന്നും വിജയിപ്പിച്ച് വിടും എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായി തന്നെ അദ്ദേഹം അധികാരത്തിലേറുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തകരും എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ ഭരണത്തിനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം എന്തായാലും ഇവിടെ വർഗീയതയ്ക്കും ഒക്കെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും ഉടലെടുത്തിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഒരു പരിഹാരമായിട്ട് പ്രധാനമന്ത്രിയാക്കും എന്ന് തന്നെയാണ് പ്രവർത്തകരൊക്കെ തന്നെ ആവേശത്തോടെ പറയുന്നത്.